ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രവിതര മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നാക്കുന്നത് സദ്യയിലെ പ്രധാന വിഭവമായ ഓലനാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ ഡിഷ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ഓലൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു 500 ഗ്രാമിൻ്റെ കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു 1/4 ഭാഗം മുറിച്ചെടുത്തിട്ട് അത്രയും പീസസ് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അതിൻ്റെ സ്കിന്നും കുരു എല്ലാം ഞാൻ കളഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, 1/4 കപ്പ് വൻപയറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് തേങ്ങാപ്പാലാണ്, തേങ്ങയുടെ 2ാം പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 1/2 കപ്പ് 1ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുമ്പളങ്ങ വളരെ നേരിയതായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ പച്ചമുളകും 2ആയിട്ട് കീറിയെടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൻപയർ ഒന്ന് കഴുകി വൃത്തിയാക്കിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട്, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതല്ല, അതുകൊണ്ട് തന്നെ ഒരു 3-4 വിസിൽ അടിക്കണം. വൻപയറൊന്ന് വെന്ത് വരണം. 4 വിസിൽ അടിച്ചിട്ടുണ്ട്, വൻപയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് നമ്മുടെ 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഉപ്പ് നോക്കാം. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. 4 മിനിറ്റ് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1ാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. 1ാം പാൽ ഒഴിച്ച ശേഷം വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി അത് ഒരു വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ചു വെക്കുക. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. സദ്യയ്ക്ക് ഒരു സ്പെഷ്യൽ വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണിത്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ബൈ.